ഇനി ഞങ്ങളെ ഒറ്റിയാൽ നീയും ഉണ്ടാവില്ല. ഇത്രയും നേരം കളക്ടറെ ജീവൻ രക്ഷിക്കേണ്ടതേ നിയമപാലകൻ എന്ന നിലയിൽ എന്റെ ഒരു കർത്തവ്യം കൂടിയാണ്. സംരക്ഷകനും ആരാച്ചാരും ഒരാളാകുമ്പോ തിരക്ക് കൂടും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതാണ് ത്രിമൂർത്തികൾ. ഇതിൽ സൃഷ്ടി മാത്രം ഒഴിച്ചു നിർത്തിയാൽ പിന്നെ സംരക്ഷണവും സംഹാരവും ഈ വിരൽത്തുമ്പിലാണ്. എന്തൊരു വിരോധാഭാസം അല്ലേ? അതാണ് ACP ചന്ദ്രബോസ്. ഒരാൾക്കും അങ്ങനെ പിടികൊടുക്കില്ല, ഒരുത്തനും അങ്ങനെ പിടികൊടുക്കുകയില്ല. ചെയ്യുന്ന നല്ല വെടിപ്പാട്ട് ചെയ്യുകയും ചെയ്യും. കൂടെ നിന്നാൽ കൂട്ടാളിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുപ്രതിയാക്കും. അതും കൂടാണ് ഈ ചന്ദ്രബോസ്. അറിയാലോ നിനക്കെന്നെ. മനസ്സിലായടാ? ആഗ്രഹം കൊണ്ട് ഓരോ സാധനങ്ങളും വാങ്ങിക്കാൻ പറയും. പാടുപെട്ട് ഞാൻ ഉണ്ടാക്കിയും വെക്കും. പക്ഷെ കഴിക്കാൻ എവിടെയാ നേരം? ഈ ഓട്ടം അല്ലേ, നിർത്താതെയുള്ള ഓട്ടം. എന്നാ ഉണ്ടാക്കി വെക്കുന്ന സാധനം രാത്രി വന്നു കഴിക്കുമോ? അതുമില്ല. ക്ഷീണമാണ് വേണ്ടാന്നും പറഞ്ഞ് കയറി അങ്ങ് കിടക്കും. കുറച്ചു ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ. ഇന്നെന്തായാലും വരട്ടെ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്ന ഈ പുഴുക്ക് ഞാൻ കഴിപ്പിച്ചിട്ടേ കിടത്തു. ചക്കയായിട്ട് കുറച്ചധികം നേരത്തെ മത്സരത്തിന് ശേഷം ഒന്ന് താഴെ ഇട്ടത്. എന്തായാലും കളക്ടർ സാറിന്റെ ഒരടവും ഇന്ന് നടക്കൂല. കഴിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ശാരദാമേ, ആ എന്താടി ഓടിപ്പടച്ച്? വൈകിയല്ലേ? സാരമില്ല. ദേ കണ്ടില്ലേ, ഇന്നലെ ഇട്ട ചക്കയാ. പുഴുക്കുണ്ടാക്കണോന്ന് പറഞ്ഞിട്ടാ ശാലിനി പോയത്. ഇതൊന്ന് തീർത്തിട്ട് ഞാൻ കടയിലോട്ട് വരാം. അതല്ല ശാരദാമേ. എന്താ ശാന്തേ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴിയിൽ കണ്ട ആൾക്കാരെ പറഞ്ഞത്, TV-യിലും ന്യൂസിലും ഉണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. കേട്ട പതി കേൾക്കാത്ത പതി ഞാനിങ്ങ് ഓടിയതാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞിന്. ശാലിനിക്ക് നീ എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞ് ശാലിനിക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അതിനുള്ള സംവിധാനം ഉടനെ അറേഞ്ച് ചെയ്യണം. ഡോക്ടർ, ശാലിനിക്ക് എന്താ അവസ്ഥ?
കളക്ടർക്ക് എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? ഈ മീഡിയക്കാരുടെ വാടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തയാണെന്നേ ഈ ചാനലിലെല്ലാം പടച്ചു വിടുന്നേ. ആള് തീർന്നവരെ ചിലപ്പോൾ അവർ പറഞ്ഞതേ. ഞാൻ ആ ഞെട്ടലിനെ ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ ഈ പറയുന്നത് ഈ വല്ല സത്യം ഉണ്ടോ എന്ന് അറിയണമല്ലോ. എന്റെ ഭാര്യ ചത്തോന്നറിയണം അല്ലേ? ഇതാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എനിക്ക് അല്ലേലും വലിയ കഷ്ടകാലമാണ് ഈ നാവ് കൊണ്ടേ ഒരുപാട് വഴികൾ കേൾക്കുന്ന വാരഫലത്തിലുള്ളത്. ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായി പോയത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ ഈ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എൻ്റെ ഉണ്ടോ? ഇതേ ഓൾഡ് സ്റ്റോക്കല്ല, ന്യൂ സ്റ്റോക്കാ. അതുകൊണ്ട് അധികം കരുതുന്ന നീ നെകളിക്കണ്ട. ചന്ദ്രബോസ്, വീട്ടി വിട്ട് നിൽക്കാൻ ഞാൻ. എൻ്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാലിയെ കുത്തിയവൻ്റെ ചിത്രം മാത്രമാ. അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എൻ്റെ നീക്കം. അതിനു മുമ്പ് അവൻ്റെ പിന്നിലുള്ള പ്രമാണിമാർക്ക് മുമ്പിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീയൊന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞ പിന്നെ നീ ഇല്ല. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് തീർക്കൂടാ. അതിനുള്ള ടൂള് നിന്റെ മടുത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പോ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുമ്പ് നിന്റെ മുട്ട് ഞാനും എടുക്കും. സോറി സർ. ഇടോ, ഇവന്റെ ഭാര്യ ഏതോ കാട്ടുകള്ളന്മാര് പൂളിയെന്ന് വെച്ച് ഇവൻ എന്റെ ലജ്ജത്തോട്ട് കയറുന്നതിനാ. ഇങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. ഇല്ലെങ്കിൽ പോലീസുകാരുടെ യൂണിഫോമിൽ തൊട്ട് അവന്റെ കൈ ഞാൻ വെട്ടിയാനെ. സർ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സാർ ക്ഷമിക്കണം. എടോ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ പേര് ആക്ഷൻ ഒന്നും എടുക്കാത്തത്. പക്ഷേ ഇത് കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. സർ, പക്ഷേ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി അവർ വന്നത് അല്പം മുൻപാ. അക്കാര്യം ഞാൻ അന്വേഷിക്കാം. പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. ആശാനൊന്നും ചെയ്യാൻ പോകണ്ട. നമ്മളും കൂടെ അകത്തായ ഏട്ടത്തേമ്മയുടെ കാര്യം കഷ്ടത്തിലാവും. അയാൾ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ. ആശാൻ തൽക്കാലം ഒന്ന് ക്ഷമിക്കേ.
മോനെ മോനെ വിഷ്ണു, ശാലിനിക്ക് എന്ത് പറ്റി? ശാലിനിക്ക് എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. പിന്നെ ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്. ഈശ്വര, ഡോക്ടർ, ശാലിനിക്ക് ആൾ അൺകോൺഷ്യസാ. ധാരാളം ബ്ലഡും പോയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എന്താ സത്യമോളെ, അമ്മ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. രാവിലെ കൊണ്ടുവന്നാക്കിയപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെന്താ വൈകുന്നേ? അങ്ങനെ വൈകാറുള്ള ഒരാളല്ലല്ലോ. സത്യ ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ? ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്ന് തോന്നുന്നു. റിങ് പോലും പോകുന്നില്ല. ചിലപ്പോ ഇങ്ങോട്ട് വരികയായിരിക്കും. അവിടെ മറ്റൊരാളെ സമയം നോക്കി ഇരിക്കായിരിക്കും. സത്യാമ്മേ, ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളി പരിപാടി തുടങ്ങും. പിന്നെ അവിടെ ചെന്നിട്ട് വൈകിയതിന്റെ കാരണം കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. എന്നാ പിന്നെ പപ്പിയും കൂടി എവിടെയെങ്കിലും പൊക്കോ. ഞാൻ അമ്മ വരുന്നത് വരെ ഇവിടെ നിന്നോളാം. അയ്യോ, അത് വേണ്ട മോളെ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയതെങ്ങനെ രാഘവൻ സാർ അറിഞ്ഞാൽ പിന്നെ അത് മതി. എനിക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെവിയാക്കാൻ പറ്റില്ല. ആ, നമുക്ക് നോക്കാം. എന്തെങ്കിലും തക്കതായ കാര്യം കാണും. അല്ലെങ്കിൽ ശാലിനി കുഞ്ഞിനെ വരാതിരിക്കില്ല. ആ, അമ്മ വരുന്നല്ലോ. ഹാവു, ഭാഗ്യം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അനു ആന്റി ആണല്ലോ. മോളെ വാ, നമുക്ക് പോവാം. എന്ത് പറ്റി അനു ആന്റി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ, മോള് വണ്ടി കയറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്കാ പോണ്ടേ. എന്താ ശാലിനി കുഞ്ഞിന് പറ്റിയത്? വരാൻ വൈകിയപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമെന്ന്. തലകറക്കമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ? മോള് ചെന്ന് വണ്ടി കയറ്. പോട്ടെ പപ്പി. മോളും കൂടി ഒപ്പം ചെല്ല്. സത്യയോടായിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മാഡത്തിനെതിരെ ഇന്നൊരു അറ്റാക്ക് ഉണ്ടായി. അറ്റാക്കോ? ആ, ഒരു ബഹളത്തിനിടയില് മാഡത്തിനെ ഒരാൾ കുത്തി. അയ്യോ, ശാലിനിയുടെ ICUല. എന്റെ ഈശ്വര, മുറിവ് കാര്യമായിട്ടുണ്ടോ മോളെ? ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഈശ്വര, അച്ഛാ, അച്ഛൻ ഇവിടെ വന്നിരിക്കുവാണോ? ചായ. മോളെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അമ്മയെ കണ്ടിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ പറയാനൊക്കത്തില്ലല്ലോ, ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അച്ഛാ, പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകാനാവാതെ നിൽക്കാൻ ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താ വരാത്തെന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക? എന്ത് കാരണം അച്ഛാ ഞാൻ പറയാ? ഇത് എന്നാ ശാരദാമ്മയും പറയുന്നു. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോന്നാ അവര് തിരക്കിയതേ. എന്തു പറയണമെന്നറിയാൻ വയ്യാതെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാര്യയും മോളെയും നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവനൊക്കെ കുടുംബത്ത് കയറ്റരുന്നേ ഞാൻ പറയൂ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം
ഒരാളിൻ്റെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം യുവമാർക്കൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ദേ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. മുങ്ങാൻ പോകുന്നൊരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയോട് മോളെയും കുഞ്ഞിനെയും ഇവിടെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇതൊരു ഒഴിഞ്ഞു കൂടുപോലെ കിടക്കും. അച്ഛൻ പറയുന്ന മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്റെ വീട്ടിലാവുമ്പോ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാ നിങ്ങൾക്കതൊരിക്കലും കിട്ടത്തില്ല. പപ്പിമോടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. പിന്നെ അവൻ്റെ രോഹിത്തിൻ്റെ കാര്യം അതിനി നോക്കണ്ട. അവനിപ്പം ലഹരിയുടെ മറ്റൊരു രോഗത്താ. മദ്യമാ ഇപ്പം അവനെ കൊണ്ട് നടക്കുന്നേ. പിന്നെ അതിനവന് കുറേ ഒത്താശക്കാരുണ്ട്. കുടുംബം വന്നോ അച്ഛൻ്റെ മുത്ത്? വന്നു. അമ്മേ, നല്ല വിശപ്പുണ്ട് കേട്ടോ. മോളകത്തേക്കില്ല. പൊന്നി ആന്റി അവിടെ ഉണ്ട്. കഴിക്കാനൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. സാറേ, ടിവിയിൽ വാർത്ത വച്ചില്ലല്ലേ? എന്തോടോ കാര്യം? എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടെന്നാ കേട്ടത്. താൻ കാര്യം പറയടോ. നമ്മുടെ ശാലിനി കുഞ്ഞിന് ചമ്പാട് എസ്റ്റേറ്റിന്റെ അടുത്ത് വെച്ച് കുത്തേറ്റെന്ന്. സീരിയസ് ആണെന്നാ കേട്ടത്. ദേവി, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തിരിച്ചു തരണേ. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. എൻ്റെ പ്രാർത്ഥന കൈവിടരുതേ. അവര് കാര്യങ്ങൾ ഒന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാലോ.